നഗരഹൃദയത്തിലെ TC 13/195 എന്ന ഇല്ലിക്കൽ കൊട്ടാരവും അതിനോടനുബന്ധമായ 87 സെന്റ് സ്ഥലവും 2004 സെപ്റ്റംബർ മാസം 19 തീയതി മുതൽ ഇന്ത്യൻ ട്രൈബ്യൂണൽ ഓഫ് ലാൻഡ് ട്രാൻസാക്ഷൻ ആക്ട് പ്രകാരം ഒന്നാം കക്ഷിയും കരുണ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ മേടയിൽ ഇട്ടിച്ചൻ മകൻ ജോസഫ് തോമസിന്റെയും രണ്ടാം കക്ഷിയും ഇന്ന് ജീവിച്ചിരിപ്പുള്ള രാജകുടുംബത്തിന്റെ അവകാശികളിൽ ഒരാളുമായ ഇല്ലിക്കൽ മിത്രൻ നമ്പൂതിരിപ്പാടിന്റെയും പേർക്ക് അനുവദിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. അണ്ണാ വണക്കം. പോലീസ് സൂപ്രണ്ടോ വന്നിരിക്കടോ? അണ്ണാ, കോടതി വിധി മറിച്ചായില്ല. ബാപ്പുട്ടിയും മറ്റും ട്രയൽ സമയത്ത് പയറ്റിയതെല്ലാം പൊളിഞ്ഞു. ജോസഫിനെയും മിത്ര നമ്പൂതിരെയും തമ്മിലകറ്റി മിത്രനെ വിലക്കെടുക്കാമെന്നാണ് ആ വിധിയുടെ വിചാരം. എന്തായാലും ബാപ്പുട്ടിയാജി വെറുതെ ഇരിക്കില്ല. അണ്ണനും ജോസഫ് സാറും തമ്മിലുള്ള ബന്ധത്തെ മുതലെടുത്ത് എങ്ങനെയും കൊട്ടാരം കൈക്കലാക്കാനുള്ള ശ്രമമായിരിക്കും അയാൾ നടത്തുക. കാരണം ഇതിന്റെ പേരിൽ അയാൾ പുറത്തു നിന്നും കോടികൾ ഇതിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. അണ്ണനെ സ്വാധീനിക്കാൻ എന്തടവും അയാൾ പയറ്റും. അണ്ണാ ഒരു മിനിറ്റ്. ഹലോ, പറയടോ. അണ്ണനകത്തില്ലേ? മോളിലുണ്ട്. SP അദ്ദേഹം ഉണ്ട് കൂടെ. താൻ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നാ മതി. ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞോളാം. ഗുഡ് മോർണിംഗ് സർ. വക്കീലെ വല്ലതും നടക്കൂ? അല്ല മെമ്പർ, അതന്നെ ഞമ്മക്ക് ചോദിക്കാനുള്ളത്. കൊട്ടാരം ഞമ്മക്ക് കിട്ടുവായില്ലേ? അല്ല അതിപ്പോ ആചാരം നടങ്ങ്. അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇല്ലിക്കൽ കൊട്ടാരത്തിന്റെ 25% ഷെയർസ് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കൈവശം ഉള്ളൂ. ബാക്കി 75% ഷെയർസും ഇപ്പോഴും ആ ജോസഫ് തോമസിന്റെ കരുണ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും മിത്രൻ നമ്പൂതിരിയുടെയും പേർക്കാ. കേസ് കഴിയുമ്പോ ആ മിത്രൻ നമ്പൂതിരി ഒപ്പം കൂട്ടി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാന്നായിരുന്നു എന്റെ ഐഡിയ. അതിനിടയിൽ ആ ജോസഫ് തോമസ് കയറി കളിച്ച കളിയില എല്ലാം കൈവിട്ടു പോയത്. ജോസഫും നമ്പൂരിച്ചനും ഈ ഒറ്റ കേസ് ഒപ്പിച്ച് നമ്മളെ ഇടങ്ങേറാക്കിയത്. ഒരു കേസ് തോറ്റതുകൊണ്ടൊന്നും എല്ലാം അവസാനിക്കുന്നില്ലല്ലോ. ഈ ഒന്നും ഉണ്ടണ്ട. തലസ്ഥാനത്ത് നെഞ്ചും മേടിക്കുന്ന കൊട്ടാരം വാങ്ങി തരാന്ന് പറഞ്ഞു ഈ MP MLA കളിച്ച് നമ്മളെ കൊണ്ട് ഇറക്കിച്ചത് 1-2 റുപ്യല്ല, കോടികളാ. ആചാര്യ പറഞ്ഞത് ശരി തന്നെയാ. ആ കോടികളൊക്കെ വീതം വെച്ച് തന്നെയാ കൊട്ടാരത്തിന്റെ മറ്റവകാശികളെല്ലാം നമ്മൾ നമ്മുടെ വശത്താക്കിയത്. പക്ഷേ 30% വരുന്ന മേജർ ഷെയറുകൾ കൈവശം വെച്ചിരിക്കുന്ന ആ ശകുനി നമ്പൂതിരി വഴങ്ങില്ല എന്ന് വന്ന കൊല്ലണം. ഒന്ന് തള്ളനായി ഇതിന് പറ്റിയ ആൾക്കാർ ഇങ്ങടെ ഇല്ലെങ്കിൽ പറഞ്ഞോളിന്ന് നമ്മൾ ഇറക്കി തരാം. മലബാറിന്ന് നിർത്തറോ. അങ്ങ് മലബാറിന്റെ മുക്കിലെ മൂലയ്ക്കും കുഴിബോംബ് പൊട്ടിച്ച് കളിക്കുന്ന തന്റെ മറ്റേടത്തെ ഇടപാടുണ്ടല്ലോ, അത് ഇവിടെ ഇറക്കണ്ട. ഇത് മണ്ണ് ശ്രീപത്മനാഭന്റേതാ. ഇവിടെ എന്ത് എങ്ങനെ നടക്കണമെന്ന് കൊളപ്പള്ളി തീരുമാനിക്കും. തനിക്കും തന്റെ മറ്റുമാർക്കും ഹോട്ടലോ റിസോർട്ടൊക്കെ കിട്ടാൻ ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ കിട്ടാനുള്ളപ്പോ ഈ കൊട്ടാരം തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് കൊളപ്പള്ളിക്ക് മനസ്സിലാവും. എന്റെ കൊളപ്പള്ളി, നിങ്ങളെങ്കിലും നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൊട്ടാരം തറായ കൊടുക്കാന്ന് പറഞ്ഞ് നമ്മളാ ദുബായിലെ ഫിറോസോട്ട് കരാറാക്കാരും നിങ്ങൾക്കറിയാല്ല. എടോ ഹാജിയാറെ, പാർലമെന്റിൽ പോലും കൈക്കൂലി വാങ്ങിയ കേസില് പണി പോയതാ ഇവന്റെ ഒക്കെ വാക്ക് കേട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. അത് കേസും കോടതി എന്നൊക്കെ പറഞ്ഞു പോയപ്പോഴേ ഞാൻ എതിർത്തതാ. കോടതി വിധിയേക്കാൾ ഇവിടെ ഇമ്പോർട്ടന്റ് മിത്രൻ നമ്പൂരിപ്പാടിന്റെ സ്റ്റാൻഡാ. അയാളുടെ കൈവശം ഇരിക്കുന്ന ഷെയർസ് കൂടി കരുണ ഗ്രൂപ്പിന്റെ ജോസഫ് തോമസിന് കൊടുത്താൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പുള്ളി, നിങ്ങൾ എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ആ ദുബായ് പാർട്ടി നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ഉറപ്പിക്കൂല. എന്തെങ്കിലും ഒരു അണ്ണം വിചാരിച്ച അത്. മുഹമ്മദേ, ഇവർക്കൊപ്പം താൻ ജോസഫിനെ പോയി ഒന്ന് കാണണം.
അതാ വരുന്നുണ്ട്. കൊട്ടാരത്തെ കുറിച്ചുള്ള ഫൈനൽ ഡിസിഷൻ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിതിക്ക് ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്നറിയാം. എന്നാലും ഒരു മര്യാദ. എന്നെയും തിരുമേനിയെയും പോലെ ഒരു ഷെയറിന് അവകാശിയായ ബാപ്പൂട്ടിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഇക്കാര്യത്തിൽ ഞമ്മക്കൊന്നേ പറയാനുള്ളൂ. ഒന്നടങ്ങ്. ജോസഫ് സാർ പ്ലീസ്, ഈ കാര്യത്തിൽ ഹാജിയാർക്ക് പലതുമായിട്ട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. തിരുമേനിയുടെ കൈവശമുള്ള ഷെയറുകൾ കൂടിയെങ്കിലും ഹാജിയാർക്ക് കിട്ടിയെങ്കിലേ, അല്ല അതിന്റെ പേരിലൊരു വിലപേശലില്ല. തിരുമേനി പറയുന്ന വില അത് കൊടുക്കാൻ ഹാജിയാർ എടുക്കുവാണ്. ഹാജിയാരുടെ കൈവശമിരിക്കുന്ന കൊട്ടാരത്തിന്റെ ഷെയറുകൾ എന്റെ പേർക്ക് എഴുതിത്തരാൻ ഞാൻ അദ്ദേഹത്തിന് എത്ര കൊടുക്കണ്ടെന്ന് ചോദിക്കുക. ബാപ്പൂട്ടിക്കാർക്ക് ഈ വില പറയുന്നോടാ? അതേടോ, ഈ മിത്രൻ നമ്പൂരിക്ക് തീരുമാനിക്കാനുള്ള എത്ര വില തനിക്കുള്ളൂ. തിരുമേനി വന്നാട്ടെ. ജോസഫ് സാർ പ്ലീസ്. നോ, വരും. ചെവിയൊന്നുള്ളിക്കോ. ഈ ചാല മാർക്കറ്റിൽ നിന്ന് അങ്ങ് ദുബായ് വരെ പടർന്നു പന്തലിച്ചിരിക്കുന്ന അന്റെ കരുണാ ഗ്രൂപ്പ് പൊളിക്കാൻ ഈ ബാപ്പൂട്ടിക്ക് 4 കോള് മതി. മനസ്സിലായ? അങ്ങ് കോഴിക്കോട്ട് വെല്യങ്ങാടിയുടെ പിന്നാമ്പുറങ്ങളിൽ തകരപ്പാട്ട് വെച്ചുണ്ടാക്കി ഉന്തുവണ്ടിയിൽ സർബത്ത് വിറ്റ് നടന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ ഈ ബാപ്പുട്ടി ഹാജിക്ക്. അങ്ങനെയുള്ള തനിക്ക് കരുണാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നിഴലും തൊടാൻ ജന്മങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഇനിയും വാതിലുമേനിങ്ങോട്ട് വന്നാട്ടെ. വിലപേശാൻ ഇറങ്ങിയിരിക്കുന്നു. ടെൻഷൻ വേണ്ട, ഒന്ന് പോടാ. നമുക്ക് ടെൻഷൻ വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പോടാ അവിടുന്ന്. എവിടെ പോണടി രാത്രിയില്? അത് സർ, ഞാൻ ജോലിയുടെ ആവശ്യത്തിനായി ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട്. എവിടുന്ന് വരുന്നടി? കണ്ണൂരിന്ന്. ഈ സ്ഥലം അല്പം പെശക. എവിടാണെന്ന് വെച്ചാ ഞാൻ കൊണ്ടുപോയി ആക്കാം. നീ വണ്ടിയിലോട്ട് കയറ്. വേണ്ട സർ. ആ. സർ, ഞാൻ പോയി. അതെ, ഒരു ദോഷമാണോ വെച്ചേ? ചേട്ടാ, ഇയാളെന്നെ. എന്താ സാറേ, എന്താ പ്രശ്നം?
നല്ല അസല് പോലീസുകാരൻ. കാക്കിയിട്ടിട്ട് സാറ് കള്ളനെ പിടിക്കാണ്ട് പെണ്ണിനെ പിടിക്കാൻ നടക്ക. കെട്ടിയ പെണ്ണാണെങ്കിൽ കൂടി അവളുടെ ഇഷ്ടം നോക്കിയിട്ട് വേണ്ടേ സാറേ? അല്ലാതൊരു പാവം പെൺകുട്ടിയുടെ നേരെ പട്ടിയെ പോലെ കയറി നിരങ്ങണോ? ഈ മോഡേൺ പെൺകുട്ടിയെ പാതിരാത്രിയിൽ ചാല മാർക്കറ്റിലോ കോടമള്ളിക്ക് ഓടിച്ചു കയറ്റിട്ട് സാറിന്റെ ബാലയ്ക്കുന്ന അരി കളിക്കുക. അത് പറയാ നീ ആരടാ? ഞാനാ സാറ് വാസു. ഈ ചാല മാർക്കറ്റിൽ പെറ്റ് വളർന്ന ചാലാ വാസു. ചാല മാർക്കറ്റിന് എന്താ പന്നി കൊമ്പുണ്ടോ? സാറിനെന്താ സംശയം ഉണ്ടാ? ഈ ചാല മാർക്കറ്റിന് കൊമ്പത്തിരി കൂടുതലാ. കാക്കിട്ടോണ്ട് ലോക്കപ്പിനകത്തും കോടതി വളപ്പിലും കാണിക്കുന്ന അഭ്യാസം ഈ ചാല മാർക്കറ്റിൽ ഒന്ന് കാണിച്ചാണ്ടല്ല വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് വേറെ ഒഴിക്ക് പോവും. എവിടെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ സാറേ. പടി